ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പിരിച്വൽ ജേണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ ഒരു ബ്രഹ്മാണ്ടം ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു സ്ഥിതി വച്ച് നോക്കിയിട്ട് എന്ത് ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് തരുവാൻ ആഗ്രഹിക്കുന്നത്, എന്ത് സന്ദേശമാണ് നിങ്ങൾക്ക് തരുവാൻ ആഗ്രഹിക്കുന്നത് എന്ന് നോക്കാനാണ്. അപ്പോൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നിങ്ങൾ ഒത്തിരി അച്ചീവ്മെൻറ്റ്, ഒത്തിരി അബണ്ടൻസ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. നിങ്ങളുടെ സക്സസ്സിനെ കുറിച്ചാണ് ആദ്യം തന്നെ പറയാൻ പോകുന്നത് ഞാൻ. അതായത് നിങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെ ബലം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുകയാണ്. അതായത് കുറേ നാളിന് ശേഷമാണ് നിങ്ങൾക്ക് ഒരു നല്ല ഒരു സക്സസ് ലഭിക്കാൻ പോകുന്നത്. അതിലൂടെ നിങ്ങൾക്ക് നല്ലൊരു സ്റ്റാറ്റസ് തരുന്നതാണ്. പല ആൾക്കാരുടെയും സ്റ്റാറ്റസ് ലൈഫ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും, എനിക്ക് മാത്രം ഇതൊന്നും അനുഭവിക്കാൻ യോഗമില്ലല്ലോ, എൻ്റെ ലൈഫ് ഇങ്ങനെ തന്നെയാണോ ദൈവമേ എന്ന്. ഇനി നിങ്ങൾക്കും അതേപോലെ ഒരു സ്റ്റാറ്റസ് ലൈഫ് അനുഭവിക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഒരു പവർ ലഭിക്കുന്നതാണ്. ആ ഒരു പവർ ലഭിക്കുന്നതിലൂടെ മിറാക്കിളിന് സമമായിട്ട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളും മാറുന്നതാണ്. ഇവിടെ നിങ്ങളിപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ആ ഒരു സ്ഥിതി വച്ച് നിങ്ങൾ നോക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഒട്ടും തന്നെ സക്സസ് ലഭിച്ചിട്ടില്ല. അപ്പോൾ ഈ മേഡം എന്താ പറയുന്നത്, ഇതൊക്കെ നടക്കുമോ എന്നായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത്. പക്ഷെ ഉറപ്പായിട്ടും ഇത് നടക്കുന്നതാണ്. നിങ്ങളുടെ ആ ഒരു കരിയറിലായിരിക്കും ആദ്യം ആ ഒരു മാറ്റം ഉണ്ടാവാൻ പോകുന്നത്. നിങ്ങൾക്ക് തോന്നുന്നത്, എനിക്ക് അങ്ങനെ ആ അറ്റം വരെ എനിക്ക് സക്സസ് ലഭിക്കുമോ, ഞാൻ ആഗ്രഹിക്കുന്ന അറ്റം വരെ. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ടായിരിക്കും. പക്ഷേ അങ്ങനെ മിറാക്കിൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നതാണ്. നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു അറ്റം വരെ നിങ്ങൾക്ക് സക്സസ് ലഭിക്കുന്നതാണ്. ഇതാണ് നിങ്ങളുടെ ആ ഒരു ഡിവൈൻ ടൈം. ആ ഒരു ഡിവൈൻ ടൈം ഇപ്പോൾ വന്നു ചേർന്നിരിക്കുകയാണ് നിങ്ങളുടെ ലൈഫിൽ. നിങ്ങളുടെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും ബെസ്റ്റായിട്ട് നടക്കാൻ പോകുകയാണ്. ഇവിടെ ലൈഫിൽ നിങ്ങൾക്ക് ഒത്തിരി അച്ചീവ്മെൻറ്റ്, ഒത്തിരി അബണ്ടൻസും ലഭിക്കും. പക്ഷെ നിങ്ങളുടെ കാലെപ്പോഴും തറയിൽ തന്നെ ഉണ്ടാവണം. അതായത് ഒത്തിരി പൈസയും അബണ്ടൻസും അച്ചീവ്മെൻറ്റും എല്ലാം ലഭിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഡൗൺ ടു എർത്ത് ആയി മാറാതെ നിങ്ങൾ അഹങ്കാരം കാണിക്കാനോ അങ്ങനെ ഒന്നും പാടില്ല. ദൈവം ആഗ്രഹിക്കുന്ന എപ്പോഴും നമ്മൾ ഡൗൺ ടു എർത്തായിട്ടിരിക്കാനാണ്. അപ്പോൾ അങ്ങനെ ഇരുന്നാൽ മാത്രമേ നമ്മുടെ ആ ഒരു അച്ചീവ്മെൻറ്റ്, നമ്മുടെ ആ ഒരു അബണ്ടൻസും എല്ലാം നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവുകയുള്ളൂ. ഇല്ല എങ്കിൽ അത് ദൈവം തന്നതുപോലെ തിരിച്ചെടുക്കും. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഈ റീഡിങ് കണ്ടതിന് ശേഷം ലൈഫിൽ എന്തെങ്കിലും അച്ചീവ്മെൻ്റ് ഉണ്ടായാൽ നിങ്ങൾ ഒരിക്കലും അഹങ്കരിക്കാൻ പാടില്ല. നിങ്ങൾ ഡൗൺ ടു എർത്തായിട്ട് തന്നെ ഇരിക്കണം. അതായത് ഈഗോയും അഹങ്കാരവും ഒന്നും പാടില്ല. നിങ്ങളുടെ ലൈഫിൽ എന്ത് നിങ്ങൾ സ്വന്തമാക്കുന്നുണ്ടെങ്കിലും അത് നിങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെ ബലമാണ്. പക്ഷേ ആ ഒരു ദൈവത്തിൻ്റെ സപ്പോർട്ടും കൂടെ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്കത് പ്രാപ്തമാക്കാൻ സാധിച്ചത് എന്നെപ്പോഴും ചിന്ത വേണം. അപ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അബണ്ടൻസും അച്ചീവ്മെൻറ്റും ലഭിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നിങ്ങൾ ഇപ്പോഴേ റെഡി ചെയ്യുകയാണ് യൂണിവേഴ്സ്. അതായത് നിങ്ങൾ അഹങ്കരിക്കാൻ പാടില്ല. നിങ്ങളുടെ ലൈഫിൽ അബണ്ടൻസും എല്ലാം വരാൻ പോവുകയാണ്. പക്ഷേ ഒരിക്കലും നിങ്ങൾ അഹങ്കരിക്കാൻ പാടില്ല. ഇവിടെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും, ഇതെന്താ പറയുന്നത്, അങ്ങനെ ഒരു ഇതും ഫ്യൂച്ചറിൽ കിട്ടുമെന്ന് ഒരു പ്രതീക്ഷയും എനിക്കില്ല, കാരണം ഇപ്പോഴത്തെ അവസ്ഥ എൻ്റേത് അത്രയ്ക്ക് മോശമാണ് എന്നായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത്. പക്ഷേ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അബണ്ടൻസും അച്ചീവ്മെൻറ്റും എല്ലാം ലഭിക്കും. അതുകൊണ്ട് ഇപ്പോഴേ നിങ്ങൾ ദൈവത്തിനോട് പറയുക, എത്ര അച്ചീവ്മെൻറ്റും അബണ്ടൻസും കിട്ടിയാലും ഞാൻ എൻ്റെ എനർജി എപ്പോഴും ഡൗൺ ടു എർത്തായിട്ട് മാത്രമേ വയ്ക്കുകയുള്ളൂ. എനിക്ക് അങ്ങനെ ഒരു തെറ്റും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവല്ലേ ദൈവമേ എന്ന് പ്രാർത്ഥിക്കുക. മിറാക്കിൾ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് നമ്മുടെ ലൈഫിൽ ഒരു മിറാക്കിൾ സംഭവിച്ചിട്ട് നമുക്ക് ഒരു സക്സസ് ലഭിക്കുന്നു. അത് ഞാൻ മിറാക്കിൾ എന്ന് പറയുന്നത്. അതേപോലെ നിങ്ങളുടെ ലൈഫിലും സംഭവിക്കും. നിങ്ങളുടെ ലൈഫിലൊരു അത്ഭുതം സംഭവിക്കാൻ പോകുകയാണ്. ആ ഒരു അത്ഭുതം സംഭവിക്കുന്നതിലൂടെ നിങ്ങളുടെ ലൈഫ് തന്നെ ചേഞ്ച് ആകും. ഇനി പറയാൻ പോകുന്നത്, നിങ്ങളുടെ ലൈഫിൽ സോൾമേറ്റിൻ്റെ ആ ഒരു എൻട്രി വരുവാൻ പോകുകയാണ്. ഒന്നുകിൽ വന്ന് കഴിഞ്ഞു, ഇല്ല എങ്കിൽ വരാൻ പോകുകയാണ്. നിങ്ങളുടെ ലൈഫിൽ ആ ഒരു സോൾമേറ്റിൻ്റെ ആ ഒരു എൻട്രി ഉണ്ടാകുമ്പോഴാണ് നിങ്ങളുടെ കരിയറിൽ ആ ഒരു സക്സസ് നിങ്ങൾക്ക് ലഭിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മാരേജ് റിലേറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ ഈ കരിയർ റിലേറ്റഡ് ആയിട്ട്, ഇല്ലെങ്കിൽ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന റിലേറ്റഡ് ആയിട്ട് ഒരു ഗുഡ് ന്യൂസ് വരാൻ പോകുന്ന സമയം ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഒരു നല്ല വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരാൻ പോവുകയാണ്. ആ ഒരു വ്യക്തി വരുന്നതിലൂടെ തന്നെ നിങ്ങളുടെ ലൈഫിലെ പല പ്രശ്നങ്ങളും സോൾവ് ആകുന്നതാണ്. ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരുന്നതിലൂടെ നിങ്ങളുടെ ആജ്ഞാചക്രം, അതായത് തേർഡ് ഐ ചക്ര ആക്ടിവേറ്റ് ആകും. നിങ്ങളുടെ ഇൻഡ്യൂഷൻ പവർ നല്ലതാകും.
ഇതൊരു സ്പിരിച്വൽ കണക്ഷനാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു സ്പിരിച്വൽ കണക്ഷൻ ഈ വ്യക്തിയുടെ കൂടെ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് നമ്പർ 666ൻ്റെ ആ ഒരു എനർജി കാണാൻ സാധിക്കും. അതായത് ഈ വ്യക്തിയെ യുടെ ആ ഒരു കണക്ഷൻ വരുമ്പോഴെല്ലാം 66 നമ്പർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ആ ഒരു സ്ഥലത്തേക്ക് എത്താൻ പറ്റിയില്ല എങ്കിൽ ആ കാര്യങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതാണ് ഈ ഒരു വ്യക്തിയും. നിങ്ങൾക്ക് ആ വ്യക്തിയുടെ അടുത്ത് എത്താൻ പറ്റത്തില്ല, അതുകൊണ്ട് തന്നെ ആ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. ഇവിടെ അവളിൻ്റെ ആ ഒരു എനർജി പറയുന്നത് മഹാലക്ഷ്മിയുടെ ഒരു കൃപ നിങ്ങളുടെ മേൽ ഉണ്ടാവാൻ പോവുകയാണ്. മഹാലക്ഷ്മിയുടെ ഒരു വാഹനമാണ് നമ്മുടെ അവൾ. അപ്പോൾ അവളിൻ്റെ ആ ഒരു കൃപ എന്ന് പറയുമ്പോൾ ലക്ഷ്മി ദേവിയുടെ കൃപ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ധനധാന്യത്തോടെ ഒരു ലൈഫ് ജീവിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു അത്ഭുതമാണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുന്നത്. കരിയറിൽ നിങ്ങൾക്ക് തോന്നുകയാണ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ സക്സസ് ആവത്തില്ല എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഇനി വിഷമിക്കേണ്ട, നിങ്ങൾക്കൊരു സക്സസ് ഉണ്ടാവാൻ പോവുകയാണ്. ഒരു മാറ്റം നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ. നിങ്ങളുടെ കരിയറിൽ വളരെ നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവുന്നതാണ്. പക്ഷെ നിങ്ങൾ ഒരിക്കലും ശ്രമങ്ങൾ നിർത്തരുത്, ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. കരിയറിൽ ഗ്രോത്ത് ഉണ്ടാവുന്നവരെ നിങ്ങളുടെ കഠിനാധ്വാനവും നിങ്ങളുടെ ശ്രമവും അത് നടന്നുകൊണ്ടേയിരിക്കണം. ഇവിടെ നിങ്ങളുടെ ലൈഫ് എടുത്ത് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലെ പല കാര്യങ്ങളും മോശം അവസ്ഥയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പേഴ്സണൽ ലൈഫായാലും കരിയർ ആയാലും എല്ലാ ഭാഗത്തും എന്തോ ഒരു മോശം അവസ്ഥയിൽ കൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങൾ ഒത്തിരി മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് യൂസ് ചെയ്തു, അഫർമേഷൻസ് യൂസ് ചെയ്തു. അതിൻ്റെ ആ ഒരു ബലം നിങ്ങൾക്ക് കിട്ടുവാൻ പോകുകയാണ്. വാട്ടർ അഫർമേഷൻ ടെക്നിക്ക് നിങ്ങളിൽ പല ആൾക്കാരും ചെയ്തിട്ടുണ്ട്. യെല്ലോ കളർ നിങ്ങൾക്ക് കൂടുതലായിട്ടും കാണാൻ സാധിക്കുന്നത് മഹാലക്ഷ്മിയുടെ ആഗമനത്തിൻ്റെ ആ ഒരു ഇതായിട്ടാണ് സൈൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന യെല്ലോ കളറിൻ്റെ. ഇല്ലെങ്കിൽ യെല്ലോ കളർ കൂടുതലായിട്ട് ഇടാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഇഷ്ടമായിരിക്കും. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഭാഗ്യത്തിലെ ആ ഒരു സമയം, ആ ഡിവൈൻ ടൈം ഇതാണ്. നിങ്ങൾ ഈ ഒരു ടൈം വെറുതെ കളയരുത്, പാഴാക്കി. ഇവിടെ നിങ്ങളുടെ കർമ്മ നല്ലതാണ് എങ്കിൽ ഉറപ്പായിട്ടും ഡിവൈൻ ടൈം വന്നെത്തിയിരിക്കുകയാണ് നിങ്ങൾക്കുള്ള. അപ്പോൾ വളരെ വലിയ ഒരു കാര്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത്. നിങ്ങളുടെ കഠിനാധ്വാനം ഏതൊക്കെ മേഖലയിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ അവിടെയെല്ലാം നിങ്ങൾക്ക് സക്സസ് ലഭിക്കുന്നതാണ്. സ്വയം നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ചക്രാസ് ബാലൻസിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതം എടുത്ത് നോക്കുകയാണെങ്കിൽ പല കാര്യങ്ങളും വളരെ താമസിച്ചാണ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. അതായത് ഒത്തിരി കഠിനാധ്വാനം ചെയ്തതിന് ശേഷമാണ് നിങ്ങൾക്ക് പല സക്സസ്സും ലഭിക്കുന്നത്. മറ്റുള്ളവരുടെ ലൈഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് അവർക്ക് സക്സസ് ലഭിക്കും. ചെറിയ രീതിയിൽ കഠിനാധ്വാനം ചെയ്യുമ്പോൾ തന്നെ അവർക്ക് പെട്ടെന്ന് സക്സസ് ലഭിക്കും. പക്ഷേ നിങ്ങളുടെ ലൈഫ് അങ്ങനെയല്ല. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട, നിങ്ങളുടെ ഹൃദയം ഒരിക്കലും ഞാൻ വേദനിപ്പിക്കത്തില്ല. താമസിച്ചായാലും നിങ്ങൾക്ക് ഞാൻ ഉറപ്പായിട്ടും നിങ്ങൾ ആഗ്രഹിച്ച സന്തോഷം തരുമെന്നാണ് പറയുന്നത്. ഈ ഒരു ടൈമിൽ നിങ്ങളുടെ ലൈഫിൽ നമ്പർ 1, 9, 19 അങ്ങനെയുള്ള നമ്പേഴ്സ് കൂടുതലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ സ്വയം ഒന്ന് നോട്ടീസ് ചെയ്ത് നോക്കുക ഇനി തൊട്ട്. ഇല്ലെങ്കിൽ ഈ ഒരു നമ്പറുമായിട്ട് നിങ്ങൾ ഭയങ്കരമായിട്ട് കണക്റ്റ് ആകും. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്ത് സന്തോഷമായാലും അത് ഒന്ന് താമസിച്ചായിരിക്കും കിട്ടുന്നത്. ഇല്ല എങ്കിൽ സഡൻ ആയിട്ടായിരിക്കും നിങ്ങളുടെ ലൈഫിൽ അത് ഉണ്ടാവുന്നത്. ആ ഒരു സന്തോഷം ലഭിച്ചതിന് ശേഷം നിങ്ങൾ ദൈവത്തിനോട് എപ്പോഴും നന്ദി പറയും. കാരണം എനിക്ക് എൻ്റെ ലൈഫിൽ എന്ത് കിട്ടിയിട്ടുണ്ടോ അത് വളരെ ബെസ്റ്റായിട്ടുള്ള കാര്യമാണ് കിട്ടിയത്. ഞാൻ ഒത്തിരി നന്ദിയുള്ളതാകുന്നു എൻ്റെ ദൈവത്തിനോട്. രാത്രി ഉറങ്ങാൻ പോലും പറ്റത്തില്ല, അത്രമാത്രം നിങ്ങൾക്ക് സന്തോഷമായിരിക്കും. ആ ഒരു സന്തോഷം നിങ്ങളുടെ ലൈഫിൽ വന്നതിന് ശേഷമുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ജസ്റ്റ് മാരേജ് നടക്കാൻ പോവുകയാണ് പല ആൾക്കാർക്കും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന. അതായത് നിങ്ങളുടെ മാരേജ് ഇതുവരെ നടന്നിട്ടില്ല എങ്കിൽ നിങ്ങളുടെ സോൾമേറ്റ് നിങ്ങളുടെ ലൈഫിൽ വരും. മാരേജിൽ എന്തെങ്കിലും ഒരു വിഘ്നം വന്നുകൊണ്ടിരിക്കുന്നു എല്ലാ സമയവും. അതായത് മാരേജ് റെഡിയായി വന്നു എന്നറിയും, പിന്നെ അത് തടസ്സപ്പെടുന്നു. അങ്ങനെ പുതിയ മാരേജ് നോക്കുന്നു, അതും തടസ്സപ്പെടുന്നു. അങ്ങനെ മാരേജിൻ്റെ ഒരു പ്രശ്നം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഡിവൈൻ ടൈം വന്നേക്കാണ്. നിങ്ങളുടെ സോൾമേറ്റ് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ട് മാരേജ് നടക്കുന്നതാണ്. നിങ്ങൾ ആഗ്രഹിച്ചത് പോലുള്ള വ്യക്തി ഇതുവരെയും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. ആരോ ഒരു വ്യക്തി നിങ്ങളുടെ ആ ഒരു മാരേജ് റിലേറ്റഡ് ആയിട്ട് അവർ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അവരെന്തോ ചെയ്തോട്ടെ, നിങ്ങളത് നോക്കാൻ പോകണ്ട. പക്ഷേ ഇനി നിങ്ങൾ ആഗ്രഹിച്ച പോലത്തെ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരുന്നതാണ്. അപ്പോൾ ആരൊക്കെയാണോ സോൾമേറ്റ് ട്വിൻ ഫ്ലെയിം ജേണിയിലുള്ളത്, ഈ ഒരു 2025 നിങ്ങളുടെ സോൾമേറ്റിനെ, നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിനെ നിങ്ങൾ ഉറപ്പായിട്ടും കണ്ടുമുട്ടുന്നതാണ്. ഒരു സ്റ്റെബിലിറ്റി ഇനി നിങ്ങളുടെ ലൈഫിൽ വരും. ആ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം കുറേ നാളതിന് ശേഷം ഒരു യൂണിയൻ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നോക്കിക്കോ, സഡൻ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് ഹാപ്പിനെസ് കിട്ടാൻ പോകുന്നത്.
നിങ്ങളുടെ പ്രാർത്ഥന ഒരിക്കലും വ്യർത്ഥമാവത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ പല നല്ല കാര്യങ്ങളും സഡനായിട്ടായിരിക്കും സംഭവിക്കുന്നത്. നെക്സ്റ്റ്, ചില ആൾക്കാരുടെ കള്ളമുഖം പുറത്ത് വരും. ചില കാര്യങ്ങളുടെ ആ ഒരു സത്യാവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാകും. ചില ആൾക്കാരുടെ സത്യാവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാകും. ചില ആൾക്കാർ ഒത്തിരി ഫേക്കാണ് നിങ്ങളുടെ ലൈഫിലുള്ള. നിങ്ങൾക്കും അറിയാം ആ ഒരു വ്യക്തി ഫേക്കാണ് എന്ന്. പക്ഷെ ആ വ്യക്തിക്ക് അറിയത്തില്ല നിങ്ങൾക്കറിയാമെന്ന്. അവരെപ്പോഴും വിചാരിക്കുന്നത് നിങ്ങൾ തെറ്റും അവർ ശരിയുമാണ് എന്നാണ്. നിങ്ങൾ എന്ത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും ആ വ്യക്തികൾ നിങ്ങളുടെ കോൺഫിഡൻസിനെ തകർത്ത് കളയും. നിങ്ങൾ എത്ര തന്നെ ആ ഒരു വ്യക്തിയോട് സ്നേഹത്തിൽ പെരുമാറിയാലും ആ ഒരു വ്യക്തി എപ്പോഴും നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത് അവരുടെ മനസ്സിൽ നിങ്ങൾക്ക് വേണ്ടി ഒന്നും തന്നെ ഇല്ല എന്നാണ്. ഇതെന്തായാലും ഹൃദയം വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് ആ വ്യക്തി ഇങ്ങനെ കാണിക്കുന്നത് നിങ്ങളോട്. ഈ ഒരു വ്യക്തി മനഃപൂർവ്വം എല്ലാം അറിഞ്ഞുകൊണ്ടാണ് നിങ്ങളുടെ ഹൃദയം ഇങ്ങനെ വേദനിപ്പിക്കുന്നത്. ഇവിടെ ചില സംശയങ്ങൾ നിങ്ങൾക്കുണ്ടായിരുന്നു ഈ ഒരു വ്യക്തി ഫേക്കാണെന്ന്. എന്നാലും പൂർണ്ണമായിട്ടൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് വേണമായിരുന്നു. അതിനു വേണ്ടി നിങ്ങൾ ശ്രമിച്ചു. പക്ഷേ ആ ഒരു വ്യക്തിയുടെ യഥാർത്ഥ മുഖം വരാൻ പോകുന്ന സമയം നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കൊരു പൂർണ്ണ ക്ലാരിറ്റി ലഭിക്കും ഈ ഒരു വ്യക്തി പൂർണ്ണമായിട്ടും ഫേക്കാണ് എന്ന്. ഒരു വ്യക്തി പൂർണ്ണമായിട്ടും ഫേക്കാണെന്ന് മനസ്സിലായാൽ പിന്നെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് ചിന്തിക്കും. അപ്പോൾ ആരാണോ നിങ്ങളുടെ മോശം ആഗ്രഹിക്കുന്ന അവരുടെ യഥാർത്ഥ മുഖം നിങ്ങളുടെ മുന്നിൽ വരാൻ പോകുകയാണ്. നെക്സ്റ്റ്, നിങ്ങൾക്ക് ഭയങ്കര ഇൻസെക്യൂരിറ്റിയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം എന്ത് കാര്യത്തിനാണ് ഇൻസെക്യൂരിറ്റി നിങ്ങൾക്ക് വരുന്നത് ആ ഒരു കാര്യത്തിനെ കുറിച്ച് ചിന്തിക്കുക. എന്തിനാണ് എനിക്ക് ഈ ഒരു കാര്യത്തിൽ ഇത്ര ഇൻസെക്യൂരിറ്റി വരുന്നത് എന്ന് ആദ്യം ചിന്തിക്കുക. അതിൻ്റെ കാരണം നിങ്ങൾ അറിയാൻ ശ്രമിക്കുക. ഇവിടെ ഇൻസെക്യൂരിറ്റി ആവാനുള്ള ഒരു കാര്യം ഇവിടെ കാണാൻ സാധിക്കുന്നില്ല. ഇവിടെ ജോയ്, നിങ്ങളുടെ ലൈഫിൽ ജോയ് വരാൻ പോകുകയാണ്. ചില കാര്യങ്ങൾ നിങ്ങൾ കംപ്ലീറ്റ്ലി ഫോർഗീവ് ചെയ്യേണ്ടതാണ്. അതായത് പാസ്റ്റിൽ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അതിനെ കംപ്ലീറ്റ്ലി ഫോർഗീവ് ചെയ്യുക. എന്തോ ഒരു കംപ്ലീഷൻ നിങ്ങളുടെ ലൈഫിൽ നടന്നിട്ടുണ്ട്. ആ ഒരു കംപ്ലീഷന് ശേഷമാണ് ഒരു അലൈൻമെൻറ്റ് നിങ്ങളുടെ ലൈഫിൽ വന്നത്. നിങ്ങളിപ്പോൾ അലൈൻമെൻറ്റിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾ എന്തോ വലിയൊരു ടവർ മൂവ്മെൻറ്റ് ഫേസ് ചെയ്തു. അതിനുശേഷമാണ് നിങ്ങൾ കംപ്ലീഷനിൽ വന്നത്. അപ്പോഴാണ് മിറാക്കിൾ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ തുടങ്ങിയത്. നിങ്ങൾ ടവർ മൂവ്മെൻറ്റ് കണ്ടതിന് ശേഷം നിങ്ങൾ ഒത്തിരി കരഞ്ഞു, ഒത്തിരി വിഷമിച്ചു. ഈ ഒരു ടവർ മൂവ്മെൻറ്റ് എന്തിനാണ് എൻ്റെ ലൈഫിൽ കൊണ്ടുവന്ന് ദൈവമേ എന്ന് വരെ ചോദിച്ചു നിങ്ങൾ. ആ ഒരു ടവർ മൂവ്മെൻറ്റിന് ശേഷം നിങ്ങളുടെ ലൈഫിൻ്റെ ബാലൻസേ പോയി. പക്ഷേ ഇപ്പോൾ ആ ഒരു ബാലൻസ് കുറച്ചായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മെയിൻ കാരണം ഈ ഒരു മിറാക്കിൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നതിന് ശേഷമാണ്. ഇവിടെ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് ഒരു ടവർ മൂവ്മെൻറ്റ് അനുഭവിച്ചപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലായത് ആരൊക്കെയാണ് ആ ഒരു സമയത്ത് നിങ്ങളുടെ കൂടെ ഉണ്ടായത്, ആരൊക്കെയാണ് നിങ്ങളെ വിട്ടു പോയത് എന്ന്. ചില ആൾക്കാർ നിങ്ങളെക്കുറിച്ച് ഗോസിപ്പ് പറയുന്നു, പക്ഷെ ചില ആൾക്കാർ നിങ്ങളെക്കുറിച്ച് ഗോസിപ്പ് ഒന്നും പറയുന്നില്ല. അവരുടെ യഥാർത്ഥ മുഖവും നിങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾക്കറിയാം പല ആൾക്കാരും നിങ്ങളെക്കുറിച്ച് മോശം പറയുകയാണെന്ന്. പക്ഷെ നിങ്ങൾ വിഷമിക്കാൻ പോകണ്ട. സത്യാവസ്ഥ എന്താണെന്ന് നിങ്ങൾക്കും അറിയാം, ദൈവത്തിനും അറിയാം. അത് മാത്രം മതി. സമൂഹത്തിലൊക്കെ നിങ്ങളെക്കുറിച്ചുള്ള ഇമേജ് വളരെ മോശമാണ് എങ്കിൽ നിങ്ങൾ അവിടെയൊന്നും പോയി ഒന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെയുള്ള ആൾക്കാരിൽ നിന്ന് നിങ്ങൾ ആദ്യം ഡിസ്റ്റൻസ് വയ്ക്കുക. നിങ്ങളെക്കുറിച്ച് ഗോസിപ്പ് പറയുന്ന ആൾക്കാരിൽ നിന്ന് നിങ്ങൾ ഡിസ്റ്റൻസ് വയ്ക്കുക. ആ ഒരു സമയം നിങ്ങൾ നിങ്ങളുടെ കരിയറിൽ ഫോക്കസ് ചെയ്യുക. നിങ്ങൾക്ക് സക്സസ് ലഭിച്ച് കഴിയുമ്പോൾ ഈ പറഞ്ഞവരെല്ലാം നിങ്ങളുടെ നല്ലത് പറയുന്നതാണ്. ആദ്യം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സക്സസ്ഫുൾ ആവണം. അതിനുശേഷം നമ്മൾ നോക്കണം ഇങ്ങനെയുള്ളവർ എന്താണ് ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് പറയുന്നത് എന്ന്. അപ്പോൾ ആരൊക്കെ നിങ്ങളെക്കുറിച്ച് ഗോസിപ്പ് പറയുന്നുണ്ട് അവരൊക്കെ പറയട്ടെ, നിങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട. നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. സമയം ഉറപ്പായിട്ടും മാറുന്നതാണ്. നിങ്ങളുടെ ലൈഫിലും സന്തോഷം വരുന്നതാണ്. നിങ്ങളെ ആരെങ്കിലും പിടിച്ച് കെട്ടി വയ്ക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ ആ ഒരു കെട്ടൊക്കെ പൊട്ടിച്ച് പുറത്ത് വരും. കാരണം നിങ്ങളൊരു സ്വതന്ത്രമായി പറക്കുന്ന പക്ഷിയെ പോലെ ഉള്ള ഒരു ഊർജ്ജമാണ് നിങ്ങളുടേത്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ആരുടെയും ആ ഒരു കെട്ടുപാടിൽ ഇരിക്കത്തില്ല. അതുപോലെ തന്നെ നിങ്ങളെ ആരെങ്കിലും എത്രത്തോളം വേദനിപ്പിക്കുന്നു അത്രത്തോളം നിങ്ങൾ കൂടുതലായിട്ട് ലൈഫിൽ പാഠം പഠിച്ച് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. വേദനയിൽ നിന്നാണ് നിങ്ങൾ ഡെവലപ്പായി വരുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയാണ്. എപ്പോഴെങ്കിലും ഒരു വേദനയും വിഷമവും അനുഭവിച്ചാൽ മാത്രമേ നിങ്ങളുടെ ലൈഫിൽ സന്തോഷം വരികയുള്ളൂ. നിങ്ങൾക്ക് ഒത്തിരി വേദനകൾ സഹിക്കേണ്ടി വന്നു, എന്നിട്ടാണ് എന്തെങ്കിലും ഒരു സന്തോഷം നിങ്ങളുടെ ലൈഫിൽ വരുന്നത്. അതായത് പൂർണ്ണമായിട്ടും എല്ലാം അവസാനിപ്പിച്ചതിന് ശേഷം ഒരു പുതിയ ചാപ്റ്ററിൻ്റെ തുടക്കം. അതേപോലെയാണ് നിങ്ങളുടെ ലൈഫ്. അത്രമാത്രം വിഷമങ്ങളും സങ്കടങ്ങളും അനുഭവിച്ചതിന് ശേഷം ഒരു ന്യൂ ബിഗിനിങ്, ഒരു സന്തോഷം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുന്നതായിട്ട്. ഈ കാര്യം എല്ലാവർക്കും ചിലപ്പോൾ റെസൊണേറ്റ് ആകണമെന്നില്ല. ഇങ്ങനെ അനുഭവിച്ചവർക്ക് മാത്രമേ ഇത് റെസൊണേറ്റ് ആവുകയുള്ളൂ.
സത്യം പറഞ്ഞാൽ നിങ്ങളൊരു യോദ്ധാവാണ്. എല്ലാം സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോകുന്ന നമ്മുടെ രാജ്യത്തിനെ രക്ഷിക്കുന്ന യോദ്ധാവില്ലേ? അതേപോലൊരു യോദ്ധാവാണ് നിങ്ങൾ. ചില കാര്യങ്ങൾ നമ്മുടെ കയ്യിലായിരിക്കത്തില്ല. സമയം അനുസരിച്ച് മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്തിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. ഇപ്പോൾ എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്വയം നിങ്ങളെ ഹീലാക്കുക. ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് നിങ്ങളുടെ മനസ്സിനെയും ഹൃദയത്തിനെയും ഹീലാക്കുക. പാസ്റ്റിലെ എന്ത് കാര്യമായിക്കൊള്ളട്ടെ അതിനെല്ലാം ഫൊർഗീവ് ചെയ്ത് കഴിഞ്ഞിട്ട് മുന്നോട്ട് പോകുക നിങ്ങൾ. നമ്മൾ ഒരിക്കലും സ്റ്റക്കായിട്ടിരിക്കാൻ പാടില്ല. ജീവിതം എന്ന് പറയുന്നത് നമ്മളിങ്ങനെ പൊയ്ക്കോണ്ടിരിക്കണം. അതൊരിക്കലും നിൽക്കരുത്, പൊയ്ക്കോണ്ടേ ഇരിക്കണം. സമയവും അങ്ങനെയാണ്, പൊയ്ക്കോണ്ടേ ഇരിക്കുക. അതേപോലെ നമ്മളും പൊയ്ക്കോണ്ടേ ഇരിക്കുന്നു. നമ്മുടെ സമയം, അതായത് നമ്മുടെ വീട്ടിലൊരു ക്ലോക്ക് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ സമയവും നിൽക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും സ്റ്റക്കായിട്ട് ഇരിക്കാൻ പാടില്ല, പൊയ്ക്കോണ്ടേ ഇരിക്കുക ഇങ്ങനെ മുന്നോട്ട്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ പല ആൾക്കാരുടെ യഥാർത്ഥ മുഖം നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു വരുന്നതാണ്. അലൈൻമെൻറ്റ് വരാൻ പോവുകയാണ് നിങ്ങളുടെ ലൈഫിൽ എന്ത് മാറ്റം ഉണ്ടായാലും അതിനെ അക്സെപ്റ്റ് ചെയ്യുക. അബണ്ടൻസ് ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ വരുന്നതാണ്. ഇവിടെ ഇൻസെക്യൂരിറ്റി മറ്റുള്ളവർക്കാണ് നിങ്ങളെ കാണുമ്പോൾ. കാരണം നിങ്ങളുടെ ആ ഒരു ടാലൻറ്റ് കാണുമ്പോൾ അവർക്ക് തോന്നുന്നത് കരിയറിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചെയ്യുമെന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് അവർ എന്തെങ്കിലും നിങ്ങളെ കരിയറിൽ തടസ്സപ്പെടുത്താൻ നോക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ക്യാഷ് എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ള കാര്യം അറിയാം. നിങ്ങൾക്ക് എങ്ങനെ ബഡ്ജറ്റിൽ ജീവിക്കണം എന്നും എല്ലാ കാര്യവും അറിയാം. ഇതൊന്നും നിങ്ങളെ ആരും പഠിപ്പിച്ചു തന്നതല്ല, നിങ്ങളുടെ ഉള്ളിലുണ്ടായ കഴിവാണിത് സ്വയം. ചില കഴിവുകളൊക്കെ നിങ്ങൾക്ക് ഇൻബിൽട്ടായിട്ട് ഉള്ളതാണ്. ചിലതൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഓരോ പാഠം പഠിച്ചപ്പോൾ ലഭിച്ചതാണ്. എന്തായാലും നല്ലൊരു പേഴ്സണാലിറ്റി ഉള്ള ആളാണ് നിങ്ങൾ. അപ്പോൾ ആരൊക്കെയാണോ നിങ്ങളുടെ കരിയറിൽ മോശം ചെയ്തത്, ആരൊക്കെയാണോ നിങ്ങളുടെ മോശം ആഗ്രഹിച്ചത്, അവരെക്കുറിച്ചൊന്നും നിങ്ങൾ ആലോചിക്കേണ്ട. നിങ്ങളുടെ കരിയറും എല്ലാം സുരക്ഷിതമായിട്ട് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. അങ്ങനെയുള്ള വ്യക്തികളോട് ക്ഷമിക്കുക. അവരുടെ ഉള്ള ദേഷ്യം മനസ്സിൽ വച്ച് മുന്നോട്ട് പോകരുത് നിങ്ങൾ. അപ്പോൾ നിങ്ങൾ സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ലൈഫിലെ പല കാര്യങ്ങളും നല്ലതായിട്ട് വരുവാൻ പോകുകയാണ്. അതായത് കരിയർ റിലേറ്റഡ് ആയിട്ടോ, മാരേജ് റിലേറ്റഡ് ആയിട്ടോ, കുടുംബം റിലേറ്റഡ് ആയിട്ടോ, എന്ത് റിലേറ്റഡ് ആയാലും പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്ന അതെല്ലാം നല്ലതായി വരാൻ പോകുകയാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിലെ നെഗറ്റിവിറ്റിയുടെ ആ ഒരു കംപ്ലീഷൻ ഉണ്ടായിക്കഴിഞ്ഞു. ഇനി നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇനി സന്തോഷത്തിൻ്റെ ആ ഒരു പോസിറ്റിവിറ്റിയുടെ ഒരു കംപ്ലീഷനാണ് ഉണ്ടാവാൻ പോകുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു വിജയം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ ലൈഫിൽ ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇനി നടക്കാൻ പോകുന്നതാണ്. അതിന് തയ്യാറായിട്ടിരിക്കും, സന്തോഷമായിട്ടിരിക്കും. അപ്പോൾ ഇതാണ് റീഡിങ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നതിൻ്റെ റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമസ്തേ. താങ്ക് യു സോ മച്ച്.